കെ കരുണാകരൻ സ്മാരകത്തിനു വേണ്ടി പിരിച്ച ഫണ്ടും കോൺഗ്രസ് നേതാക്കൾ മുക്കിയെന്ന് തൃശൂർ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിന്റെ ആരോപണം. കരുണാകരന് വേണ്ടി പലരും പണം നൽകിയതായി തനിക്ക് അറിയാം, എന്നാൽ അച്ഛനു വേണ്ടി ഒന്നും ചെയ്തില്ല. തൃശൂരിൽ ഇത്തവണ ജനങ്ങൾ തന്റെ കൂടെയുണ്ടെന്നും പത്മജ വേണുഗോപാൽ 24നോട്. 24 എക്സ്ക്ലൂസീവ്. പൈസ കുറേ പേരുടെ ഇന്ന് പലരും കൊടുത്തിട്ടുണ്ട് അച്ഛനോടുള്ള സ്നേഹം കൊണ്ട്. അതെനിക്കറിയാം, എത്രയാണെന്ന് എനിക്കറിയില്ല. പലപ്പോഴും കൂപ്പൺ കൊടുക്കണ കാണാം, പിരിക്കണ കാണാം. ആ പൈസയൊക്കെ അവിടെ പോയി. അപ്പോൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. ഞാൻ ഇവിടെ വരുന്നതിന് കുറച്ച് ദിവസം പോയിരുന്നു. അപ്പം എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവുന്നുള്ളൊരു ആഗ്രഹം കാരണം പോയതായാൽ കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനിടെ കൊടുങ്ങല്ലൂരിലെ NDA സ്ഥാനാർത്ഥിയും സഹോദരി ഭർത്താവുമായ വർഗീസ് ജോർജിനെതിരെ ഒളിയമ്പുമായി പുതുപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നു. ഉമ്മൻചാണ്ടിയുടെ പേരിൽ കൊടുങ്ങല്ലൂരിൽ ആരും മുതലക്കണ്ണീർ ഒഴുകണ്ട. UDF സ്ഥാനാർത്ഥി OJ ജനീഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ. അടിയുറച്ച ഒരു കോൺഗ്രസ്സുകാരൻ അദ്ദേഹത്തിന്റെ പേരിൽ വേറെ ആരും മുതലെടുക്കാൻ ഇങ്ങോട്ട് മുതലക്കണ്ണീരുമായിട്ട് ഇങ്ങോട്ട് ഇവിടെ OJ ജനീഷ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്റെ സഹോദര തുല്യനായി ഇവിടെ മത്സരിക്കുക. ഞാൻ മത്സരിക്കുന്ന പോലെ തന്നെ എന്റെ പിതാവിന് ഇഷ്ടം ശ്രീ OJ ജനീഷ് ഇവിടെ നിന്ന് അസംബ്ലിയിലേക്ക് പോകുന്നതായിരിക്കും. സംശയമില്ല. ചാണ്ടി ഉമ്മദിന്റെ സഹോദരി ഭർത്താവാണ് കൊടുങ്ങല്ലൂരിൽ മത്സരിക്കുന്ന വർഗീസ് ജോർജ്. തൃശ്ശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചെയ്യുന്നു. ശ്രീജിത്തെ പറയൂ. വെരി ഗുഡ് മോർണിംഗ്. പത്മജ വേണുഗോപാലിന്റെ ആരോപണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന്. അവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കരുണാകരന് വേണ്ടി സ്മാരകം പണിയാൻ പല ആളുകളുടെ കയ്യിൽ നിന്നും കൂപ്പൺ നൽകി പിരിവ് നടത്തിയത് തനിക്കറിയാം, പക്ഷേ ഒരു ഇഷ്ടിക പോലും ആ സ്മാരകത്തിന് വേണ്ടി എടുത്തു വെച്ചിട്ടില്ല എന്ന ഗുരുതരമായ ആക്ഷേപമാണ് പത്മജ വേണുഗോപാൽ അല്പസമയം മുൻപ് 24ലൂടെ നടത്തിയിരിക്കുന്നത്. മുൻപ് കോൺഗ്രസ് വിട്ട ഇപ്പോൾ CPM സഹയാത്രികനും CPM നേതാവും ഒക്കെയായ ഡോക്ടർ P. സരിനാണ് ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഈ ഫണ്ട് കരുണാകരന് വേണ്ടി പിരിച്ച ഫണ്ട് കോൺഗ്രസ് 50 കോടി രൂപ പിരിച്ചു എന്ന ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചത്. ഇത് ശരിയാണോ എന്ന് പത്മജ വേണുഗോപാലിനോട് നമ്മൾ ചോദിക്കുകയായിരുന്നു. കൃത്യമാണ്, തനിക്കറിയാം, അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് പലരും പണം കൊടുത്തായി തനിക്കറിയാം, തന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന ഗുരുതരമായ ആക്ഷേപം പത്മജ വേണുഗോപാൽ ഉന്നയിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ ഇതിന് വരും മണിക്കൂറുകളിൽ മറുപടി പറയേണ്ടി വരും. LDF സർക്കാർ ഈ കരുണാകരന്റെ സ്മാരകം പണിയാൻ വേണ്ടി ഭൂമിയും നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായി അത് വരും ദിവസങ്ങളിലെ ചോദ്യങ്ങളായി കോൺഗ്രസിന്റെ മുൻപിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ചാണ്ടി ഉമ്മൻ ഒരു സ്റ്റാറായി കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിലെ UDF സ്ഥാനാർത്ഥി OJ ജനീഷിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു. വലിയ ബൈക്ക് റാലി, റോഡ് ഷോ ഒക്കെ ആയിരുന്നു അവിടെ നടന്നത്. അവിടെയാണ് തൻ്റെ സഹോദരി ഭർത്താവ് കൂടി ആയ വർഗീസ് ജോർജിനെതിരെ ഗുരുതരമായ ഒരു ഒളിയമ്പ് ചാണ്ടി ഉമ്മൻ നടത്തുന്നത്. എന്തായാലും ചാണ്ടി ഉമ്മൻ പറഞ്ഞിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആരും മുതലക്കണ്ണീർ ഒഴുക്കാൻ വരണ്ട എന്ന് തന്നെയാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്ന സമയത്ത് ചാണ്ടി ഉമ്മന് സഹോദരി ഭർത്താവോ അല്ലെങ്കിൽ ബന്ധങ്ങളോ ഒന്നുമില്ല. തൻ്റെ രാഷ്ട്രീയം OJ ജനീഷിന് വേണ്ടി മാത്രമാണ്. OJ ജനീഷിന് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ മകനായ താൻ വോട്ട് ചോദിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ പത്മജയുടെ ആരോപണം സ്വന്തം സഹോദരി ഭർത്താവിനെതിരെ ഒളിയമ്പ് ചാണ്ടി ഉമ്മന്റെ. അതാണ് തൃശ്ശൂരിലെ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ അവസ്ഥ. താങ്ക് യു ശ്രീജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.